വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മാണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴയുന്നു. തെളിവുകൾ നിരവധി ലഭിച്ചിട്ടും 2 വർഷം കഴിഞ്ഞിട്ടും കേസിൽ പുരോഗതിയില്ല. അട്ടിമറിയെന്ന് ആരോപണം. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വിജയത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇഴയുന്നതായി ആരോപണം. കേസെടുത്ത് 2 വർഷം കഴിഞ്ഞിട്ടും രാഹുലിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിയതിനപ്പുറം കേസിന് യാതൊരുവിധ പുരോഗതിയുമില്ലെന്നാണ് വിമർശനം. ഇടയ്ക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതപ്പെടുത്തുന്നത് മാത്രമാണ് നടക്കുന്നത്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണോ എന്ന സംശയം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നു. ഭരണം മാറുമെന്ന ഭയത്തിൽ ഉദ്യോഗസ്ഥർ നടപടിക്ക് മടിക്കുകയാണെന്നും ആരോപണം ഉയരുന്നുണ്ട്. വ്യാജ ID കാർഡ് വിഷയം ഇടയ്ക്ക് വീണ്ടും ചർച്ചയിലേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കളെ അടക്കം പ്രതികളാക്കുകയും ഇവരുടെ വീടുകളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുലിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. വ്യാജ കാർഡ് വിതരണത്തിനായി കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ പ്രതികൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും തുടങ്ങിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളായ 4 പേരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുകയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖ കേസിൽ പോലീസിന്റെ ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ ആരോപണങ്ങൾ രാഹുൽ നിഷേധിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതികളുമായി ബന്ധമുണ്ടെങ്കിലും അവർ വ്യാജരേഖയുണ്ടാക്കിയതായി അറിയില്ലെന്നും അത്തരത്തിൽ വോട്ടുകൾ ലഭിച്ചിട്ടില്ലെന്നുമായിരുന്നു രാഹുൽ നൽകിയ മൊഴി. അതേസമയം യൂത്ത് കോൺഗ്രസ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചുവെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന് പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. നേരത്തെ ഈ വിഷയത്തിൽ രാഹുലിന് കോൺഗ്രസ് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗത്വം ചേർത്തതിന്റെ വിവരങ്ങൾ ദേശീയ കമ്മിറ്റിയുടെ വെബ്സൈറ്റിലാണുള്ളത്. സെർവറിലുള്ള വിശദാംശങ്ങൾ കൈമാറാൻ ഇതുവരെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി തയ്യാറായിട്ടില്ല. സംഘടനാ തിരഞ്ഞെടുപ്പിനായി അടൂരിൽ മാത്രം യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചത് 2000 വ്യാജ തിരിച്ചറിയൽ കാർഡുകളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവയുപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം. വികാസ് കൃഷ്ണ എന്ന എഡിറ്ററുടെ മൊഴി അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ഉപാധ്യക്ഷൻ MJ രഞ്ജുവിനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഗൂഗിൾ പേ വഴി പ്രതിദിനം 1000 രൂപ വികാസ് കൃഷ്ണയ്ക്ക് നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനായി വ്യാജ തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുകയും വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്തത് തെളിവുകളോടെ ദൃശ്യ മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചുവെന്ന ആരോപണം വന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി നിരവധി പരാതിയാണ് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയത്തിൽ ഉയർന്നു വന്നത്. സ്ത്രീ പീഡന കേസിൽ യുവതി രാഹുലിനെതിരെ പരാതി നൽകിയതോടെ വ്യാജ ID കാർഡ് നിർമ്മാണ കേസിലെ തുടരന്വേഷണവും ഊർജിതമാകുമെന്നാണ് ലഭിക്കുന്ന വിവരം.